തങ്ങളുടെ അടിമയോടുകൂടെ കടന്നു വന്ന ആ മക്കക്കാരായ ഖുറൈശി ഗോത്രക്കാരായ സംഘത്തെ അവർ വല്ലാത്ത സ്വീകരണം കൊടുത്ത് സ്വീകരിച്ചു. അവർക്ക് വലിയ സന്തോഷമായി. കാരണം അത്രയും വലിയ സ്വീകാര്യതയുണ്ട് ഖുറൈശി ഗോത്രക്കാർക്ക്, മക്കക്കാർക്ക്. അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത്, സൗകര്യങ്ങളൊക്കെ കൊടുത്ത്, അന്നത്തെ രാത്രിയിൽ തങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. പിറ്റേ ദിവസം പുലർച്ചെ അവർ യാത്ര തിരിക്കാൻ മുതിരുന്നതിന് മുമ്പ് കൽബ് ഗോത്രത്തിൻ്റെ തലവനോട് ഒരാവശ്യം പറയുന്നുണ്ട് സയ്യിദ് ബിൻ അംർ. നിങ്ങൾ ഈ സ്വബീഹ് എന്ന നിങ്ങളുടെ ഈ അടിമയെ എനിക്ക് വിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് സമ്മാനമായി നൽകണം. കൽബ് ഗോത്രം ആകെ അന്തിച്ചുപോയി. അവരുടെ മുന്നിൽ രണ്ട് പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നത്. ഒന്ന്, അവരുടെ കൂട്ടത്തിലെ ഒരുവനായി മാറിയ വിശ്വസ്തനായ ഒരു അടിമ, ആ അടിമയെ കൊടുക്കാനാണ് പറയുന്നത്. രണ്ട്, ചോദിച്ചിരിക്കുന്നത് ഖുറൈശി ഗോത്രക്കാരനാണ്, മക്കക്കാരനാണ്. അവരുടെ വാക്കിന് തട്ടാനും കഴിയില്ല. അവസാനം അവർ സ്വബീഹിനെ സെയ്ദിന് കൈമാറി. അവരുടെ മുന്നിൽ വെച്ച് തന്നെ സ്വബീഹിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് സെയ്ദ് പ്രഖ്യാപനം നടത്തി. തൻ്റെ കൂട്ടുകാരിലേക്ക്, സംഘത്തിലേക്ക് പോകാനുള്ള അവസരങ്ങൾ ഒരുക്കിത്തരാമെന്ന് അവർ സ്വബീഹിനോട് പറഞ്ഞു. പക്ഷേ സ്വബീഹ് പറഞ്ഞു, എനിക്ക് എൻ്റെ പഴയ സംഘത്തിലേക്ക് മടങ്ങുകയല്ല വേണ്ടത്. ഞാൻ ലക്ഷ്യം വെച്ചത് മക്കയാണ്. വരാനിരിക്കുന്ന അന്ത്യപ്രവാചകരിലെ വിശ്വസിക്കാനും അവിടുത്തെ കൂടെ കൂടാനും വേണ്ടിയിട്ടുള്ള ഉത്കടമായ ആഗ്രഹത്തോടെയാണ് ഞാൻ യാത്ര തിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മക്കക്കാരനായ നിങ്ങളുടെ നാട്ടിലേക്ക്, അന്ത്യപ്രവാചകരുടെ അരികിലേക്ക് നിങ്ങൾ യാത്ര തിരിക്കുമ്പോൾ നിങ്ങളോട് കൂടെ കൂടാനാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാനും കൂടുന്നു നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞ് സെയ്ദിൻ്റെ കൂടെ സ്വബീഹും കൂടെ ചേരുന്നുണ്ട്. ആ സംഘം യാത്ര തിരിച്ചു. അവർ ബനൂ ലഖ്ം ഗോത്രക്കാരുടെ നാട്ടിലൂടെ കടന്നുപോയി. ആ സമയത്ത് ആ ഗോത്രത്തിലെ കൊള്ളക്കാർ ഇവരുടെ പക്കൽ ഒരുപാട് സമ്പത്തുണ്ടാകുമെന്ന് കരുതി ഇവരെ വളയുകയും വധിക്കുകയും ചെയ്യുന്നുണ്ട്. അന്ത്യപ്രവാചകർ വരാനിരിക്കുന്നു എന്ന മുൻകാല വേദഗ്രന്ഥങ്ങളിൽ നിന്നുള്ള അറിവനുസരിച്ച് തങ്ങളുടെ ചാരത്തേക്ക് യാത്ര തിരിച്ച സ്വബീഹ് കർക്കറാത്തീസ് അവസാനം ആ ലക്ഷ്യം പൂവണിയാതെ ഈ ലോകത്തോട് യാത്രയാകുന്നുണ്ട്. ഇബ്രാഹിമിയ മില്ലത്തിൻ്റെ അടിവേരുകൾ തേടി പുറപ്പെട്ട് അവസാനം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് അന്ത്യപ്രവാചകൻ ഉദയം ചെയ്യാനിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി വീണ്ടും തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങി ആ പ്രവാചകരെ ഒന്ന് പുൽകാൻ വേണ്ടി ആഗ്രഹത്തോടെ മടങ്ങിയ സെയ്ദ് ബിൻ അംറിനും ആ ലക്ഷ്യം പ്രാപിക്കാൻ കഴിയാതെ ഈ ലോകത്തോട് യാത്ര പറയേണ്ടി വരുന്നുണ്ട്. ഇതേ സമയത്ത് മക്കയിൽ വേറെയും സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഉമയ്യദ് ബിൻ അബി സൽത്ത് വേദഗ്രന്ഥങ്ങളിൽ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനാണ്. അന്ത്യപ്രവാചകർ ഈ നാട്ടിൽ വരാൻ സമയമായിട്ടുണ്ട് എന്ന് തൻ്റെ വേദഗ്രന്ഥങ്ങളിലെ അറിവനുസരിച്ച് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം സാഹിത്യകാരനും ബുദ്ധിമാനും പണ്ഡിതനുമൊക്കെയായ ഞാൻ തന്നെയായിരിക്കും ആ പ്രവാചകൻ എന്ന ഒരു വിശ്വാസവും കൂടെ അദ്ദേഹത്തിനുണ്ട്. ഉമയ്യത്ത് ബിനു അബി സൽത്ത് അത് പലവരോടും പറയുന്നുണ്ട്. ഞാനായിരിക്കും ആ പ്രവാചകൻ എന്നുകൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. സഖീഫ് ഗോത്രത്തിലെ ആളുകളോടൊക്കെ, പ്രത്യേകിച്ച് ആ ഗോത്രത്തിലെ സ്ത്രീ സമൂഹത്തോട് ഞാനാണ് ആ പ്രവാചകൻ, എനിക്കിപ്പോൾ വഹിയെത്താനിരിക്കുന്നു എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് വഹിയ് ലഭിക്കുന്നില്ല. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പഠനം ഒന്നുകൂടെ വിശദമായിട്ട് നടത്തുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് വരാനിരിക്കുന്ന പ്രവാചകർ സഖീഫ് ഗോത്രത്തിലല്ല, ഉന്നത ഗോത്രമാകുന്ന ഖുറൈശി ഗോത്രത്തിലാണ് വരാനിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഒരു വേള അബൂ സുഫിയാനോട് ഈ ഉമയ്യത്ത് പറയുന്നുണ്ട്, അല്ലയോ അബൂ സുഫിയാൻ, നിങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് അവസാന പ്രവാചകർ, അന്ത്യപ്രവാചകർ വരാൻ സമയമായിട്ടുണ്ട് എന്ന സന്ദേശവും അവർ പറയുന്നുണ്ട്. ഒരു ദിവസം അബൂ സുഫിയാനോട് ഈ വർത്തമാനം പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നുണ്ട്. അവിടെ നിന്ന് ഉടനെ തന്നെ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അരികിലേക്ക് ഓടുന്നുണ്ട്. വറഖത്ത് ബിൻ നൗഫലും
വേദഗ്രന്ഥങ്ങളിൽ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ് എന്ന് നമ്മുടെ മുൻ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വറഖത്ത് ബിൻ നൗഫലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അതെ, അന്ത്യപ്രവാചകർ വരാൻ സമയമായിട്ടുണ്ട്, ഞാനും പ്രതീക്ഷിച്ചിരിപ്പാണ്. പക്ഷേ എൻ്റെ കാലം കഴിയുന്നതിന് മുമ്പ് ആ പ്രവാചകർ ദൗത്യവുമായിട്ട് സമൂഹത്തിലേക്ക് അവതരിപ്പിക്കപ്പെടുമോ എന്നത് ഞാൻ കാത്തിരിക്കുന്ന കാര്യമാണെന്ന്. ഇതേ സമയത്ത് തന്നെ നാട്ടിലെ കുലീനയായ ഖദീജ ബീവിക്കും വേറെയും അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തുടർന്ന് നമുക്ക് പറയാം.